തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കൻ ഭീഷണി നേരിടാൻ ശക്തമായ ബദൽ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. അമേരിക്കയ്ക്ക് പകരമായി ജപ്പാൻ, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ കൂടുതൽ മാർക്കറ്റുകൾ കണ്ടെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിലെ സമുദ്രോൽപ്പന്ന മേഖലയുടെ വികസനം സംബന്ധിച്ച പദ്ധതി ചർച്ചകൾക്കായി കൊച്ചിയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സമുദ്രോൽപ്പന്ന മേഖലയിൽ നിന്ന് 1 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിക്കാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. അമേരിക്കയ്ക്ക് പകരമായി ജപ്പാൻ, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ കൂടുതൽ മാർക്കറ്റുകൾ കണ്ടെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. प्रस्तावित है जो बहुत शीघ्र होगा और कई देशों के साथ, जापान के साथ है, हमारा न्यूजीलैंड के साथ है, तो कई देशों के साथ है, हमारे कई मार्केट्स खुले हैं. हाँ, ये जरूर है कि हमको थोड़ा सा इन मार्केट्स में जाने के लिए हमको वैल्यू एडिशन, वैल्यू चेन को, कोल्ड चेन को, पैकेजिंग को और सर्टिफिकेशन को, इन सब चीज़ों पर हमको काम करना पड़ेगा और हम लोग उस पर काम कर रहे हैं, तैयारी कर रहे हैं. उसको भी हम लोगों ने एक चुनौती के रूप में स्वीकार किया है और हम लोग इस टारगेट को ले रहे हैं, लेके चल रहे हैं कि 1 लाख करोड़ का हम लोग एक्सपोर्ट टारगेट लेके चल रहे हैं. ലക്ഷദ്വീപിൽ 1 ലക്ഷം ടൺ വരെ ട്യൂണ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം അലങ്കാര മത്സ്യ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കും. കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംസ്കരിച്ചെടുക്കും. ലക്ഷദ്വീപിൽ മത്സ്യ ഉൽപ്പന്നം വർദ്ധിപ്പിക്കാൻ സംയുക്ത സമിതിക്ക് രൂപം നൽകും. മത്സ്യമേഖലയിൽ മുതൽ മുടക്കാൻ കഴിയുന്നവരെ കണ്ടെത്താൻ നവംബറിൽ നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷദ്വീപിലെ സമുദ്രോൽപ്പന്ന മേഖലയുടെ വികസനം സംബന്ധിച്ച പദ്ധതി ചർച്ചകൾക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.